നാവിൽ കൊതിയൂറുന്ന ബേക്കറി വിഭവങ്ങളുടെ അതിവിപുലമായ ശേഖരമൊരുക്കി റീജൻസി ബേക്ക് ഹൗസിന്റെ പുതിയ വലിയ ഷോറൂം മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച റീജൻസി ബേക്ക് ഹൗസ് മാത്യു കുഴൽനാടൻ MLA നാടിന് സമർപ്പിച്ചു. കേക്കുകളുടെയും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും തനതായ രുചിക്കൂട്ടുകൾ മൂവാറ്റുപുഴക്കാർക്കായി ഒരുക്കി റീജൻസി ബേക്ക് ഹൗസിന്റെ പുതിയ ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം RKV ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലമായി ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വിതരണം ചെയ്ത് മൂവാറ്റുപുഴക്കാരുടെയും പരിസര പ്രദേശങ്ങളിലുള്ളവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് റീജൻസി ബേക്ക് ഹൗസ്. ലതാപാലത്തിന് സമീപം ആനന്ദഭവൻ ആർക്കേഡിൽ പ്രവർത്തിച്ചിരുന്ന റീജൻസി ബേക്ക് ഹൗസിന്റെ നവീകരിച്ച പുതിയ ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. കൂടുതൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെയും അതിവിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയാണ് വലിയ റീജൻസി ബേക്ക് ഹൗസ് നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്രഷ് ക്രീം കേക്കുകൾക്ക് ഡിസംബർ 4 വരെ 50% ഓഫറാണ് റീജൻസി ബേക്ക് ഹൗസ് അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സന്തോഷവേളകളും ആനന്ദവേളകളും മികവുറ്റതാക്കി മാറ്റാൻ റീജൻസി ബേക്ക് ഹൗസിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. ബർത്ത്ഡേ കേക്കുകളുടെ അതിവിശിഷ്ടമായ ശേഖരമാണുള്ളത്. ആഘോഷവേളകളിലെ മധുര നിമിഷങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് റീജൻസി ഹൗസ്. പുതിയ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ലൈവ് കേക്ക് ആൻഡ് പേസ്ട്രീസ് സെക്ഷനും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ MLA വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ റീജൻസി ബേക്ക് ഹൗസിന്റെ പുതിയ വലിയ ഷോറൂം നാടിന് സമർപ്പിച്ചു. ഇന്നത്തെ ദിവസം മൂവാറ്റുപുഴ നഗരത്തിൽ ഒരു സ്ഥാപനം കൊണ്ട് നമ്മൾ പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നത്, ഈറ്റിംഗ് സ്പേസസ് എന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളൊന്നാണ്. കാരണം പഴയ കാലത്തിന് വ്യത്യസ്തമായി കുടുംബത്തോടുകൂടി നമ്മുടെ നഗരവാസികളും അല്ലാത്തവരുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഭക്ഷണം പുറത്ത് കഴിക്കുന്നത് ട്രെൻഡ് വർദ്ധിച്ചു വരുന്ന സമയത്ത് ഈ റീജൻസി ബേക്കറി ഈറ്റിംഗ് സ്പേസ് ഈ നഗരത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടുന്ന കാര്യം സംശയമില്ല. ഇതിൻ്റെയും ഉത്പാദനങ്ങളുടെയും ഇനിഷ്യേറ്റീവ് നാളെ വലിയൊരു വിജയമായി, വലിയൊരു സ്ഥാപനമായി, വലിയൊരു പ്രസ്ഥാനമായി വളർന്ന് വന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ PP എൽദോസ്, വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, വാർഡ് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി, ജിനു ആന്റണി, അമൽ ബാബു, R രാകേഷ്, മുൻ MLA എൽദോ എബ്രഹാം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.